നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ ഇതാ ഒരു മലയാളി ടെലിമാക്സിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എക്സസൈസ് ചെയ്ത് കുടവയർ കുറയ്ക്കുകയാണ്. ഓരോ ദിവസവും കൂടുമ്പോൾ 2 ഇഞ്ച് കുറയുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഇദ്ദേഹത്തിന്റെ കുടവയർ 46 ഇഞ്ചായിരുന്നു. ഇന്നത് 44 ഇഞ്ചായി മാറിയിരിക്കുന്നു. അയ്യോ, 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വയറേ ഉണ്ടാകത്തില്ല. അല്ലയോടാ, ഡാഡിയോട് ഞാൻ പറഞ്ഞില്ലേ, എക്സസൈസ് ചെയ്യുമ്പോ മിണ്ടരുത്. പോയി ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വേണം, എന്റെ തൊണ്ട വരളെന്ന്. ഡാഡിക്ക് 6 പാക്ക് വേണോ വെള്ളം വേണോ? 6 പാക്ക് മതി. എക്സസൈസ്. നിങ്ങൾക്കും ഇദ്ദേഹത്തെ പോലെ ഈ ഉപകരണം വാങ്ങി എക്സസൈസ് ചെയ്ത് കുടവയർ കുറയ്ക്കണമെന്നുണ്ടോ? ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യൂ. കുടവയറില്ലാത്ത കേരളം, അതാണ് ഞങ്ങളുടെ ഉപകരണത്തിന്റെ ലക്ഷ്യം. എന്താ നീ ആരാ? കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജരോ? മനുഷ്യന്റെ വയറ് കത്തുമ്പോഴാ അവന്റെ ഒരു കമന്ററി. മോനെ ഓടി വേടാ, എന്റെ കാല് കുരുങ്ങി. എന്തോടാ ഇത്? എന്തോടുക്കും അവിടെ? മലന്നൂരത്ത് നീന്താൻ പഠിക്കുന്നു? എടാ, കുളത്തിൽ പോയി ചാടറാ. എന്തോടാ അത്? കുളത്തിൽ ചാടിയ ഡാഡി ചത്തു, മുങ്ങി വെള്ളം കുടിക്കും. അതെ അമ്മേ, 6 പാക്ക് ഉണ്ടാക്കാനുള്ള വ്യായാമം ചെയ്യുക. എന്തുവാ 6 പാക്ക്? എന്റെ ദൈവമേ, കൊട്ടപ്പാക്കെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 6 പാക്ക് എന്നൊക്കെ ഞാൻ ഇപ്പൊ കേൾക്കുക. എന്റെ അച്ഛമ്മ, ഈ 6 പാക്ക് എന്ന് പറഞ്ഞ ഈ സൽമാൻ ഖാനും പൃഥ്വിരാജിന്റെ ഒക്കെ വയറിൽ ഒരു 6 മുഴയില്ലേ, അതാണ് 6 പാക്ക്. അത് വരാൻ വേണ്ടിയാണ് ഈ ഡാഡി കിടന്ന് ഈ പെടാപ്പാട് വിടുന്നത്. വയറ്റിലൊക്കെ മുഴ വന്നാൽ എന്റെ ചെറുക്ക അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നീ ഒന്ന് എഴുതേട്ടെ അവിടുന്ന്. അമ്മ, ഇതേ 999 രൂപ 99 പൈസ കൊടുത്ത് ഞാൻ VPP ആയിട്ട് വാങ്ങിച്ച ഉപകരണമാ. എന്റെ ദൈവമേ, ഈ ഒരു മുഴം കയറിന് 999 രൂപയോ? വയറ് കുറയണമെങ്കിൽ ഇതൊക്കെ വേണം എന്റെ അച്ഛമ്മേ. വയറ് കുറച്ച് ഇരുന്നാ ഇപ്പൊ എന്താ പ്രശ്നം? ഇവന്റെ അച്ഛൻ കൃഷ്ണമക്കീലില്ലയോ, എന്തോ ഒരു കൊടവയറായിരുന്നു. ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്തൊരു ഐശ്വര്യമായിരുന്നു കണ്ടാലെന്നറിയാമോ? നല്ല ഗണപതി ഇരിക്കുന്ന പോലെ ഇരിക്കും. തുമ്പിക്കൈ ഇല്ലെന്ന് ഒരൊറ്റ കുറ്റേ ഉള്ളൂ. എന്റെ അമ്മേ, ഇപ്പൊ ഗർഭിണികള് പോലുവേ വയറ് വരാതെ ഇരിക്കാനായിട്ട് എക്സസൈസ് ചെയ്യുക. ഓ, വയറില്ലാതെ പ്രസവിക്കാനോ? അല്ല, ഈ കുടവയറെന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളികൾക്ക് ഇത്രയും ഇഷ്ടമല്ലാത്ത കാര്യമില്ലമ്മേ. ഓ എന്റെ ദൈവമേ, മലയാളികൾക്ക് ഇഷ്ടമില്ലെന്നോ അതോ നിന്റെ മോഹനവല്ലിക്ക് ഇഷ്ടമില്ലെന്നോ? എന്റെ അച്ഛമ്മേ, മമ്മി പറഞ്ഞിട്ടാ ഈ ഉപകരണം വാങ്ങിയത്. വയറ് കുറയ്ക്കാതെ എവിടെയും കൊണ്ടുപോകത്തില്ലെന്ന് മമ്മി ഡാഡിയോട് പറഞ്ഞു. ആണോ? എടാ കൊഞ്ഞാണ്, ഇപ്പോഴും നീ അവള് പറയുന്നത് മാത്രമേ കേക്കത്തുള്ളൂ. എന്റെ ദൈവമേ, ഇങ്ങനൊരു അസുര വിത്ത്. ദാ വന്നല്ലോ നാടി വിറ്റിയച്ച്. ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. 100 ആയസ. ആണെങ്കി പോരുന്നേർക്കടാ, ഈ കുന്ത്രാണ്ടെ പിടിച്ച് കുറച്ച് ഞാൻ കഴുത്തലിട്ട് എനിക്ക് കൊല്ലും ഞാൻ കേട്ടോ. എന്റെ അമ്മേ, നമുക്കൊരു കാര്യം കേൾക്കണോ? ഈ പൂവാലന്മാരെ കൊണ്ട് തോറ്റു. ഏത് പൂവാലൻ? ഈ നാട്ടിലുള്ള പൂവാലന്മാരെ വെളിയിലിറങ്ങി എന്റെ പുറകെ നിന്ന് മാറാൻ സമയമില്ല. ഒരു പൂവാലൻ ഇവളോട് ചോദിക്കുക, കുട്ടിയുടെ ചേച്ചിയാണോന്ന്. എന്റെ ദൈവമേ, ആ പൂവാലിന്റെ കണ്ണ് കാണത്തില്ലടി, അതുകൊണ്ടാ. അതല്ല അച്ഛമ്മേ, ഉള്ളതാ, ഞാനും കേട്ടതാ. പാവം അമ്മേ, സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിപ്പോയി. സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിന്നൊക്കെ ഇവിടെ വന്ന് പറയാനായിട്ട്. മനുഷ്യരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ നിങ്ങളും കള്ളനോടെ പുറത്തിറങ്ങി നടക്കുമ്പോ നാട്ടുകാരെ ചോദിക്കണ്ടേ കണ്ണന്റെ ചേട്ടനാണോ നിങ്ങളെന്ന്? അതുകൊണ്ട് മര്യാദക്ക് കുടവയറൊക്കെ കുറച്ച് 6 പാക്ക് ആക്കിയേക്കണം. 6 പാക്ക് ആക്കാൻ ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട് മോനോല്ലി. 6 പാക്ക് എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. 12 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഈ കുന്ത്രാണ്ടം വരച്ചിട്ട പാലില്. എന്റെ മമ്മി, ഡാഡി ഫുൾ നേരം ചെയ്യുമായിരുന്നു. അപ്പോഴേ ഈ അച്ഛൻ പോകുന്നെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത്. എന്താ പ്രശ്നം ഉണ്ടാക്കിയടാ? ഈ വയസ്സാങ്കാലത്ത് എന്തിനാണ് ഈ ചെക്കനായിട്ട് ഇങ്ങനെ പേക്കൂത്ത് കടുപ്പിക്കുന്നത്? എന്റെ ചേട്ടനെ വയസ്സൊന്നും വിളിക്കണ്ട കേട്ടോ. എന്റെ മോനെ എനിക്കറിയാം. എടാ, ഈ ആട്ടക്കാരി അങ്ങനെ പലതും പറയും. നീ എഴുന്നേറ്റ് പോയ അവിടുന്ന്. മോനോല്ലി, ഇന്ന് തൽക്കാലം ഇത്രയും മതി, നമുക്ക് നാളെ ചെയ്യാം. നാളെ ചെയ്യണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്നോട് ഇടത്തോട് കളഞ്ഞു പോരാ പറഞ്ഞത്. വയറ് കുറക്കാൻ ഇറങ്ങിയിരിക്കുന്നു 2 എണ്ണം കൂടെ. അതിന് ചേർന്ന 2 പിള്ളേരും. One, 2, 3. ഇതെന്തോ സൈക്കിൾ കിട്ടുന്നു? ഇങ്ങനല്ല. 2, 3, 4, 5, 6, 7, 8, 9. പിള്ളേരെ വെള്ളം കൊണ്ടുവാ.
അനിയത്തി ഒരു ഗ്ലാസ് പാലെടുത്തോണ്ടോ? ശരി. എനിക്ക് പാല് വേണ്ട. അയ്യോ ചേട്ടനല്ലേ, എനിക്കാ. അയ്യോ പാവം ഡാഡി. ഇപ്പൊ എടുത്തോണ്ടോ അടി അനിയത്തി. അതെ, എന്തേലുമൊക്കെ നടക്കൂ. അങ്ങനെ പുച്ഛിക്കരുത് മോനവല്ലി. ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ 1 pack ആയി. വേണമെങ്കിൽ ഒരു പഞ്ച് തന്നു. പഞ്ച് അയ്യോ എന്താ ഇതിനെ കൊച്ചിനെ കൊന്നോ? ചെയ്തില്ല, എന്നോട് ഇടിക്കാൻ പറഞ്ഞിട്ടാ. തിരിച്ചറിഞ്ഞോ അങ്ങോട്ട് കൊണ്ടുവരാ. വയറ് കുറഞ്ഞില്ലെങ്കിൽ കൂടെ കൊണ്ടുപോകത്തില്ലെന്ന്. ഇവിടുത്തെ അടുക്കള കിടക്കുന്ന നീ അവനെ കൊണ്ട് എവിടെ പോകാനടി? പിന്നെ അവന്റെ ശമ്പളത്തിൽ പൊങ്ങച്ചം കാണിക്കാനല്ലേ നിന്നെ കൊണ്ട് കൊള്ളത്തുള്ളൂ. അവള് കൊണ്ടുപോകത്തില്ലെന്ന്. എവിടെ കൊണ്ടുപോകാൻ? എഴുതേക്കടാ അവിടുന്ന്. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ മണ്ടെന്ന് എഴുതേക്കാൻ. എടുക്കടാ, എടാ എടുക്കാൻ. വെട്ടുപോത്ത തലക്കിട്ടിയൊരു വെട്ടുവെച്ചിരും കേട്ടാ. ഈയടാ കണ്ടാലും മതി. എവിടുത്തെ ഫയൽമാനാടാ നീ? ഭാര്യയുടെ ചോൽപ്പടിക്ക് നിൽക്കുന്ന കഴുത. ഇവള് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആയിരുന്നെങ്കിൽ അപ്പം നിന്നെ ഡൈവേഴ്സ് ചെയ്ത് തന്നെയായിരുന്നു. ഒരു പാവം. എടി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു 500 രൂപ മാസം ഇവന്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിലോ? നീ ഈ കാണിക്കുന്നതിനും പറയുന്നതിനും ഈ ആഡംബരത്തിനും ഒക്കെ ഒരു താളം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. എപ്പം നോക്കിയാലും അവന്റെ പേര് മെക്കെട്ട് കയറി അവനെ ഇപ്പൊ വയറും കുറപ്പിച്ച്. ഓ എന്റെ ദൈവമേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഞാൻ പോകും അടുക്കള, എനിക്ക് പണിയുണ്ട്. ഞാൻ പോട്ടെ. എന്റെ മോനവല്ലി, ഞാൻ എങ്ങനെങ്കിലും 6 pack ആക്കി എടുക്കാം. നിങ്ങളുടെ അമ്മ എന്തോ പറഞ്ഞ? അതൊക്കെ വിടുന്നു. ഡോക്ടറോ എഞ്ചിനീയറോ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്തേനെന്ന്. അതൊന്നും കാര്യമാക്കണ്ട. അമ്മ അങ്ങനെ പലതും പറയും. ഞാൻ വിചാരിച്ച എന്താ ഡോക്ടർ ആവാൻ പറ്റില്ലേ? പിന്നെ ഇനിയിപ്പോ അതിന്റെ കാലം കഴിഞ്ഞില്ലയോ മോനവല്ലി? ഇനി നമുക്ക് രോഗിയാകാൻ നോക്കാം. അതിന് വേറെ ആളെ നോക്കിയാൽ മതി രോഗിയാവാൻ. ഞാനേ ഡോക്ടർ ആവും. കാണണോ? വാ. ഇത് കേട്ടോ, എന്താണെന്നറിയോ? ഇത് 1 വർഷം കൊണ്ട് എങ്ങനെ ഹോമിയോ ഡോക്ടർ ആവാം എന്നുള്ളതിന്റെ പുസ്തകമാണ്. തപാൽ വഴി വരുത്തിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയാ. എന്റെ മോനവല്ലി, ഇതൊക്കെ തട്ടിപ്പാന്നേ. മിണ്ടി പോരുത്. തട്ടിപ്പോ? തപാൽ വഴി പഠിച്ചാലേ എന്തു ആകാം. 10ാം ക്ലാസ് തോറ്റവർക്ക് തപാൽ വഴി ഡിഗ്രി കിട്ടുന്നു. പിന്നെ ഡിഗ്രി പാസ്സായി എനിക്ക് ഡോക്ടർ ആവാൻ പാട്. ഇതേ അമ്മയോടുള്ള വെല്ലുവിളിയാ. അന്ന് ടൗണിലൊരു ബ്യൂട്ടി പാർലർ ഇടാൻ ഞാൻ ശ്രമിച്ചപ്പോഴത്തേക്കും നിങ്ങൾ അമ്മയും മോനും കൂടെ അത് മുടക്കിയില്ലേ? അന്നേ ഉന്നം വെച്ചതാ. നോക്കിക്കോ, 1 വർഷം കഴിയുമ്പോ ഇവിടെ ഒരു ബോർഡ് തൂങ്ങും. ഡോക്ടർ മോഹനവല്ലി CK ബ്രാക്കറ്റിൽ ഹോമിയോ. ഒരു എപ്പിസോഡിനുള്ള വകയായി. ഈ അക്ഷരം കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം. എന്തിനാടാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അത് വായിക്കായിരുന്നാ പോരെ? എനിക്ക് എക്സാം ആടി നാളെ. തോറ്റാ പോരെ, പിന്നെന്താ പ്രശ്നം? ഞാൻ തോക്കുന്നു നിനക്ക് ഭയങ്കര സന്തോഷല്ലേ? എടാ, തപാല് വഴി പഠിച്ച് ഡോക്ടർ ആവാങ്കി പിന്നെ എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്? മമ്മിക്ക് വട്ടാ. മമ്മിക്ക് വട്ടൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടും എന്നല്ലേ പറഞ്ഞത്? മമ്മി ഡോക്ടർ ആവുന്നത് നമുക്കും ഒരു അന്തസ്സാ. എല്ലാരും ഇങ്ങനെ തുടങ്ങിയാലേ ഈ ലോകത്ത് ഡോക്ടർമാരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റത്തില്ല. എടാ, നിങ്ങളുടെ അമ്മയ്ക്ക് പിരിയിളകിയെന്നാ തോന്നുന്നത്. അച്ഛമ്മയ്ക്ക് ഇനി ഏതായാലും ആശുപത്രി പോണ്ട. മമ്മി ചികിത്സിച്ചോളൂല്ലോ. അയ്യടി, എനിക്കറിയാം. എന്നെ കൊച്ചാക്കാൻ വേണ്ടി അവൾ ഇറക്കുന്ന ഓരോ നമ്പരായത്. അവക്ക് ജോലിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഞാൻ അവളെ കുറ്റപ്പെടുത്തിയില്ലയോ? അതിന് പകരം വീട്ടുപോവാ. അച്ഛമ്മയ്ക്ക് വേണേലും ഡോക്ടർ ആവാം. തപാല് വഴി അപേക്ഷിച്ച കൊച്ചിലെ മനസ്സ് വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ നല്ലൊരു ഡോക്ടറായ. പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാ. നിങ്ങൾ അമ്മ എടുക്ക ചെന്ന് പറ, ഡോക്ടർ ആവാൻ പഠിക്കുമൊന്നും വേണ്ട, അച്ഛമ്മേനെയും കമാന്നൊരക്ഷരം മിണ്ടത്തില്ലെന്ന് പറ. ചെല്ലു. അച്ഛമ്മ പേടിച്ചു പോയല്ലേ മമ്മി ഡോക്ടർ ആവും വിചാരിച്ചു. അയ്യ, എന്തോത്തിന് മൂക്കിൽ കൂടെ പല്ലിറങ്ങി. ഇനിയാണോ ഡോക്ടർ ആവുന്നത്? ഈ കാര്യം നീ ഒന്ന് പറഞ്ഞേ. പറഞ്ഞു നോക്കാം, പറ്റൂന്നറിയത്തില്ല. പറ്റും മക്കളൊന്ന് എന്ന് പറ. പറ്റും. വാടാ വാടാ. ചെല്ലു. എന്തുവാടാ നിന്റെ കക്ഷത്തെ കുരുവുണ്ടോ? ഡോക്ടർ മോഹനവല്ലി പറഞ്ഞിട്ടാ ഇങ്ങനെ നടക്കുന്നത്. കൈതാത്തണ്ടാ. അയ്യടാ, ഡോക്ടർ മോഹനവല്ലി. എവിടുത്തെ മോഹനവല്ലി? മോഹനവല്ലി ഡോക്ടർ. ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, എടാ കൊച്ചാണ്. അവള് പറയുന്നത് കേട്ട് നടക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യമായി പറയുന്നു. കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്കട്ടെ. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നടക്കുന്നു. ഇന്ന് ഞാൻ ലീവാ. നിനക്ക് ലീവ് ഇല്ലാത്ത ദിവസം എന്നാ? 365 ദിവസം നിനക്ക് ലീവാന്നല്ലോ. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പ്രായമായി. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നടക്കുന്നു. നന്നാവാൻ തീരുമാനിച്ചോ? അല്ല, നന്നാവാൻ തീരുമാനിച്ചോന്ന്. ഇനി പഠിക്കണ്ട, പരീക്ഷ എഴുതണ്ട, ഞാൻ അവളെ ഒന്നും പറയത്തില്ല, നല്ല അമ്മയായിട്ടിരുന്നോളന്നൊക്കെ പിള്ളേരോട് പറഞ്ഞയച്ചായിട്ട്. ഞാനോ?
ഞാനെങ്ങനെ പറയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതാ എനിക്ക് സംശയം. നീ സ്വപ്നം കണ്ടതായിരിക്കും. ഇതെന്തുവാടി ഈ പുസ്തകം? അവിടെ ഒരു പഠിത്തം കൂടെ കൊണ്ടുപോയി ഞാൻ വലിച്ചേറി എനിക്ക് ദൂരെ കളയും കേട്ടാ. അവിടെ ഒരു പഠിത്തം വലിച്ചീർക്കണ ഞാൻ കൈ തരാം. ഇത് മുഴുവൻ പഠിച്ചതിന് ശേഷം നോക്കിക്കോ, 1 മാസം കൊണ്ട് ഞാനൊരു ഡോക്ടറാവും, ഹോമിയോ ഡോക്ടർ. പിന്നെ 1 മാസം കൊണ്ടാ ഡോക്ടർ ആവുന്നത്. അപ്പൊ പിന്നെ ഈ 5-6 വർഷം പഠിക്കുന്നവരൊക്കെ എന്താ ചെയ്യണം? ഇതേ തപാൽ വഴി പഠിക്കുന്നതാ. അറിഞ്ഞേട്ടാ, പോയിട്ട് ഡോക്ടർ മോഹനവല്ലി CK ബ്രാക്കറ്റിൽ ഹോമിയോ എന്നുള്ളൊരു നെയിം ബോർഡ് വേഗം ഉണ്ടാക്കും. അല്ല നമുക്ക് ഡോക്ടർ മോഹനവല്ലി അർജുൻ എന്നാക്കിയാലോ? വെറുതെ ഒരു പേര് ദോഷം എനിക്ക് ഉണ്ടാക്കണോ? കൊടുക്കടായിരുന്നേച്ചാ അവിടെ കണ്ടത്തൊന്ന്. ആ വേണ്ട, പഴയ പോലെ എന്നെ അടിക്കാനൊന്നും പറ്റത്തില്ല. ഞാനേ ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റുഡന്റാ. മര്യാദയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് പോയി അനുസരിച്ച് ഒരു നെയിം ബോർഡ് ഉണ്ടാക്കിക്കേ വേഗം. കഴിയാത്തടാ ആ പോടാ എന്റെ മുമ്പിൽ നിന്ന് പോ. നീ ഡോക്ടറുടെ ബോർഡ് എഴുതി ഇങ്ങ് കൊണ്ടുപോവാ. ഞാൻ ഇവിടെ കഴിച്ച കെട്ടി തൂക്കിയിടും അത്. ഡോക്ടർമാർ അധികം സംസാരിക്കാറില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തൊരു മഹാഭാവം ഇത്. മഹാഭാവമാണെങ്കിലേ അമ്മ കാണണ്ട, എഴുന്നേറ്റ് പോ. ഞാൻ പോയേക്കാം. നീ ആ ഡോക്ടർ മോഹനവല്ലി എന്നുള്ള ബോർഡ് എവിടെ വെച്ചെന്നൊന്ന് പറ. അവളെ കൊണ്ട് എന്നെ കൊല്ലിക്കണമല്ലയോ? കൊല്ലിക്കുന്നു. മതി അറിഞ്ഞേട്ടാ, വരൂ വരൂ, ഇവിടെ വരൂ. എക്സസൈസ് ചെയ്തത് മതി. ഇവിടെ ഒന്ന് തലകുത്തി നിക്കടാ. ഇനി അടുത്ത അതാ ഇവിടെ തലകുത്തി നിക്കാൻ. വാ തുറക്കൂ. അമ്മ ഉറക്കുന്നുണ്ടല്ലോ. ഓടാ. തമാശ വേണ്ട, വാ തുറക്കണ പറഞ്ഞേ. 32 പല്ലുണ്ട്. ആണ്ടടാ. ദേ, ഞാൻ രോഗിയെ പരിശോധിച്ചോണ്ടിരിക്കുക, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആരാ രോഗി? ഞാന് പുസ്തകത്തിലുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കലാ. ഈശ്വരാ. എന്ത് ഈശ്വരാ? അല്ല, ശ്വാസം വലിച്ചൂടും. സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ എലിയും പട്ടിയും പൂച്ചയും ഒക്കെ പരീക്ഷിക്കുന്ന ഫലത്തിൽ സ്വന്തം ഭർത്താവിനെ പരീക്ഷിക്കുക. ഫലത്തിൽ 2 ഒന്നാ. ഒന്ന് ചുമച്ചേ. അമ്മേ മതി മതി മതി. മുലപ്പാലൊക്കെ ഇപ്പൊ അവൻ ഛർദ്ദിക്കും. ഞാൻ പറഞ്ഞു ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഞാൻ എന്റെ രോഗിയോടെ സംസാരിക്കുന്നത്, രോഗിയുടെ അമ്മയുടെ അല്ല. ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതിത്തരാം. ഒരു പേപ്പർ വെച്ചിരുന്നല്ലോ, എവിടെ പോയി? വേറെ ഏതാണുള്ള മരുന്ന് എഴുതി കൊടുക്കടി, അതിനകത്ത് നോക്കി. അത് അമ്മയ്ക്ക് ഞാൻ തരുന്നുണ്ട്. ഇത് പോയിട്ട് ഹോമിയോ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും, അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അത് വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണം. തണുത്ത വെള്ളം കുടിക്കരുത്. ഞാനിപ്പോ വെള്ളം ഒഴിക്കാതാ കുടിക്കുന്നത്. അതിനുള്ള മരുന്ന് ഞാൻ വേറെ തരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നീ 4 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 4 ദിവസം അവൻ എവിടെ പോയി നിൽക്കണം? എന്റെ അമ്മ, ഇതൊരു പ്രാക്ടിക്കൽ അല്ലേ. ഇങ്ങനെ പരിശീലിച്ചാലേ കോഴ്സ് കഴിയുമ്പോൾ എനിക്കൊരു നല്ല ഡോക്ടർ ആവാൻ പറ്റൂ. എന്നാ നീ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? അയ്യോ, അങ്ങനെ അല്ല എന്റെ പൊന്നെ. കഴിച്ചു കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, 4 ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞ് എന്നെ ഒന്ന് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയിൽ ഒന്ന് കാണണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പോലീസിനെ ഇപ്പൊ തന്നെ വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്റെ അമ്മേ, ഒരു പോലീസിനും ഇനി എന്നെ തളയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോഴേ ഡോക്ടറായി കഴിഞ്ഞു. ഇപ്പൊ എല്ലാ രാത്രികളിലും ഞാൻ സ്വപ്നം കാണുന്നതേ ഡോക്ടർ മോഹനവല്ലി CK ബ്രാക്കറ്റിൽ ഹോമിയോ. അതാ ഇന്നലെ രാത്രി ഉറക്കത്തിലേ നീ എന്റെ പോക്കറ്റ് കഴിയിട്ട് എന്തിനാ? അതേ, കാശൊക്കെ മുടക്കിയല്ലേ നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പൊ ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രോഗിയുടെ പോക്കറ്റ് കൈയിട്ടേ പറ്റത്തുള്ളൂ. ഇന്നലെ കണ്ട സ്വപ്നത്തിലെ നേഴ്സ് ആരായിരുന്നെന്നറിയോ? ആരാ? നേഴ്സ് മായാവതിയമ്മ. എന്റെ പട്ടി പരിപാടി നിന്റെ നേഴ്സായിട്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ സ്വപ്നം മുഴുവൻ കേൾപ്പിച്ചു തരാം കേട്ടോ. വലിയ ഡോക്ടറായി വീട്ടിൽ ക്ലിനിക്കൊക്കെ ഇട്ട് ഞാൻ രോഗികളെ പരിശോധിക്കുന്ന സമയം. അങ്ങനെ ഒരു ദിവസം ഞാൻ രോഗികളെയൊക്കെ പരിശോധിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദിവസം. മമ്മി, ഈ കടലാമ കടലിലാണോ ജീവിക്കുന്നേ? ഇവൻ പറയുവാ കുന്നിന്റെ മുകളിലും ജീവിക്കുമെന്ന്. എന്ത് പിള്ളേരെ, ഞാൻ പേഷ്യൻസിനെയൊക്കെ നോക്കി തളർന്നിരിക്കുക. അതിന്റെ ഇടയിൽ അവരുടെ കുഞ്ഞായ്മ. ഒരു ഡോക്ടറോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം കാണാൻ നിങ്ങൾ ചോദിക്കുന്നേ? വേറെ പേഷ്യന്റ് വന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ വിളിക്കട്ടെ? വേണ്ട, അതിനൊക്കെ ഞാനൊരു നേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്, അവരെ വിളിച്ചോളും. നിങ്ങൾ വരുന്ന പഠിച്ചേ ചെല്ലേ. നേഴ്സ്, യെസ് മാഡം. പേഷ്യന്റ് ഉണ്ട്, വിളിക്കൂ. ടോക്കൺ നമ്പർ 60. പേഷ്യന്റ് വന്നു. ഇരിക്കൂ. BP നോക്കട്ടെ. പറയാം.
പറയൂ. എന്റെ അമ്മ, എന്റെ അമ്മ. ആ നിന്റെ അമ്മ. അയ്യോ, എന്റെ അമ്മ പതിവില്ലാതെ. ഹു, എന്റെ മോളെ ഒന്നും പറയണ്ട. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കൂല. വലിയ ടെൻഷനാ. അതിനെ നല്ല മനസ്സുണ്ടാവണം, എന്നാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. Stop it. മോളെ ഉറക്കമില്ലാത്തത് വല്ല അസുഖമാണോ? ചോദിച്ചാ എല്ലാരും അങ്ങനെ പറയുന്നത്. ആണോ? എനിക്കാണെങ്കിൽ വലിയ ടെൻഷനാ. ടെൻഷൻ കൂട്ടാനാണോ ഇങ്ങോട്ട് വന്നത്? സിസ്റ്റർ, വാടക്കൂ. ഞാൻ നോക്കാമേ. ഒരു minute. ശ്വാസം എടുത്ത്. ഇതൊരു ഭയങ്കര അസുഖത്തിന്റെ തുടക്കമാണ്. മിക്കവാറും തട്ടിപ്പോവാനാണ് സാധ്യത. സിസ്റ്റർ, യെസ് മാഡം. ഹായ് സൗഗന്ധിക പുഷ്പമേ, നിൻവേലിക്കെട്ടിനുള്ളിൽ നിന്നായി സുഗന്ധം എന്റെ നാസാരന്ധ്രങ്ങളിൽ ആഞ്ഞടിക്കുന്നു ആഞ്ഞടിക്കുന്നു. മോളെ ഇവന്റെ അസുഖത്തിന് ഒരു കുറവുമില്ലേ? ഹായ് മോഹനവല്ലിയുടെ അമ്മ. അമ്മേ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാ കേട്ടോ. കണ്ടാലും പറയും നോർമൽ ആണെന്ന്. ദേ, ഇത് ഉറങ്ങാനുള്ള ഗുളിക, ഇത് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. സിസ്റ്റർ, ഗുളിക എടുത്തു കൊടുക്കൂ. നിനക്ക് അങ്ങോട്ട് പോയി എടുത്തു കൊടുത്താലെന്താ? സിസ്റ്റർ, ഞാൻ ഇവിടുത്തെ ഡോക്ടറും നിങ്ങൾ നേഴ്സുമാണ്. എടി, പുസ്തകം നോക്കി മരുന്ന് എഴുതാൻ നീ തന്നെ വേണമെന്നൊന്നുമില്ല വ്യാജ ഡോക്ടറെ. അനാവശ്യം പറയരുത്. എന്റെ ബന്ധുക്കാരി അമ്മേ, നിങ്ങക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇവർക്ക് തലയ്ക്ക് വട്ട. യെസ് മാഡം. എടി, സ്വപ്നത്തിൽ പോലും നീ എന്നെ കൊച്ചാക്കുമല്ലേ? നിന്റെ കൂടെ നേഴ്സാവാനേ നീ എന്റെ അമ്മയോട് പോയി പറ. ദേ, എന്റെ അമ്മ പറയരുത്. എന്താ എടി നീ? നിങ്ങൾ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്റെ ക്ലിനിക്ക് ഞാൻ ടൗണിലേക്ക് മാറ്റി. കൊണ്ടുപോടി നിന്റെ ക്ലിനിക്ക് എന്താന്ന് വെച്ചാല്. അല്ല മോനവല്ലി, അതിനെ കോഴ്സ് കഴിയാൻ ഇനി 10 മാസം ഇല്ലയോ? അയ്യോ, ഇപ്പോഴാ ഓർത്തത്. രണ്ടാമത്തെ പുസ്തകം വരുത്താനുള്ള സമയമായി. അതെ, ഒരു 25,000 രൂപ എങ്ങനെയെങ്കിലും അയക്കണം. അഡ്രസ്സ് ഞാൻ തരാം. മോനവല്ലി, 10 പൈസ ഇനി ഈ കാര്യത്തിന് വേണ്ടി ഇവിടെ ചെലവാക്കിയിട്ടുണ്ടെങ്കിലാ. പ്ലീസ് അർജുനേട്ടാ, എങ്ങനെയെങ്കിലും അയച്ചേ പറ്റുള്ളൂ. ഒരു ഡോക്ടറെ ഞാൻ വല്ലാണ്ട് മോഹിച്ചു പോയി അർജുനേട്ടാ. അവനവന് ആവുന്നതേ ആശിക്കാവുള്ളടി. എന്തിനാ നീ ഇപ്പൊ ഈ ഡോക്ടർ ആവാൻ ആശിക്കുന്നത്? പ്ലീസ്. അതെ, ഒരു വള തരുമോ അമ്മേ, പണയം വെക്കാൻ? ഇത് കൊണ്ട് പണയം വെച്ചിട്ട് പൈസ അയക്ക. ടെൻഷൻ അടിക്കണ്ട. അതെ, ഞാൻ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി പൈസ ഉണ്ടാക്കത്തില്ലേ? അപ്പൊ നമുക്ക് വേറെ മേടിക്കാന്നേ. ചെല്ല്, ചെന്ന് ഡ്രസ്സ് മാറി വേഗം പോവാൻ നോക്ക്. ചെല്ല് ചെല്ല്. എങ്ങനെയുണ്ടടി? ഒരു ഡോക്ടറിന്റെ ലുക്കൊക്കെ ഉണ്ടോ? മമ്മി കാണണ്ട, ഇത് അവിടെ കൊണ്ട് വെക്കേ. കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ മമ്മി സ്റ്റെലസ്കോപ്പ് വാങ്ങി. ഇനി മരുന്ന് സ്റ്റോക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. കണ്ണാ, മീനാക്ഷി, എന്റെ സ്റ്റെലസ്കോപ്പ്. ഓഹോ, ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുവല്ലേ? കളിക്കാനുള്ള സാധനമല്ല. എവിടെയൊക്കെ അന്വേഷണം. മമ്മിക്ക് ഇത് കളിക്കാനേ കൊള്ളാവൂ. ഡോക്ടർമാരെ കളിയാക്കല്ലേ? ഇത് ഞങ്ങളുടെ സിമ്പിളാ, സിമ്പിൾ. അറിയോ? പിന്നെ സിമ്പിള്. ഇതിന്റെ ഏത് ഭാഗവും ചെവിയിലും ഏത് ഭാഗവും നെഞ്ചത്ത് വയ്ക്കുന്നതെന്ന് മമ്മിക്ക് അറിയാവോ? കൊച്ചാക്കല്ലേ, കൊച്ചാക്കല്ലേ. ഞാനേ 25,000 രൂപ മുടക്കി അടുത്ത പുസ്തകം കൂടെ വരുത്തിക്കുന്നുണ്ട്. അതും കൂടെ വന്നു കഴിയട്ടെ, അപ്പൊ അറിയാം. ഓ പിന്നെ എന്തറിയാൻ? എന്തറിയാനോ? ഡോക്ടറുടെ മക്കളാണെന്ന് പറഞ്ഞേ അഹങ്കരിച്ചോണ്ട് ഇങ്ങോട്ട് വാ. എന്തുവാ?
മോഹനവല്ലിയെ ഹോമിയോ ഡോക്ടർ കോഴ്സ് പഠിപ്പിക്കുന്ന ആ സ്ഥാപനത്തിന്റെ പേരെന്താണെന്നാ പറഞ്ഞു? അത് ഡോക്ടർ കോശിയുടെ തട്ടിൻപുറത്തെ എഡ്യൂക്കേഷൻ സ്ഥാപനം. ആ അല്ല പേപ്പറിലുണ്ട്. ഫേമസ് അല്ലേ, വളരെ ഫേമസ്. അത് ശരി. അതുപോലെ ഈ തപാൽ മാർഗം മുങ്ങൽ വിദഗ്ധ പഠനം, പിന്നെ വിമാനം പറത്തിക്കല്, നീന്തൽ, അതൊക്കെ ആ സ്ഥാപനത്തിൽ ആ പഠിപ്പിക്കുന്നുണ്ട്. സ്ഥാപനം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം തന്നെ 2000 ഡോക്ടേഴ്സിനെ പുറത്തിറക്കിയത്. ഇത് ഈ വർഷം 4000 പേര്, അതിലൊരാൾ ഞാനാ. എന്താ മസിൽ പിടിച്ചോ? അല്ല, ആ സ്ഥാപനം തട്ടിപ്പാണെന്ന്. മുങ്ങിയോ ഡോക്ടർ കോശിയെ പോലീസ് പിടിച്ചത്? അത് തെറ്റിപ്പോയതാ, വേറെ ഡോക്ടർ കോശിയാ. ആണ്, ഒരുപാട് ഡോക്ടർ കോശിമാരുണ്ട് അർജുനേട്ടാ. ഈ ഡോക്ടർ തന്നെയാണോ? അപ്പൊ എന്റെ 50,000 രൂപ. മമ്മിയുടെ കാറ്റ് പോയി. ചുളുവിൽ എന്തൊക്കെയോ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വക്രബുദ്ധികൾക്കും സംഭവിക്കുന്നതാ ഇത്. ഹലോ, ഡോക്ടർ മോഹനവല്ലി? ഡോക്ടർ മോഹനവല്ലിയെ ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്? മണികണ്ഠൻ ഡോക്ടറെ കാണിക്കണോ അതോ മനോഹരൻ ഡോക്ടറെ കാണിക്കണോ? ആരെ കാണിക്കണം? ഏതെങ്കിലും ഹോമിയോ ഡോക്ടറെ കാണിച്ചാൽ മതി.